ഗൾഫ് രാജ്യങ്ങളിൽ വിദ്യാഭ്യാസ യോഗ്യതകൾക്കപ്പുറം കഴിവിനും പരിചയസമ്പത്തിനും തൊഴിൽദാതാക്കൾ കൂടുതൽ പരിഗണന നൽകുന്നതായി പഠന റിപ്പോർട്ട്. വിദ്യാഭ്യാസ യോഗ്യതയേക്കാൾ ശരിയായ മനോഭാവവും അനുഭവ പരിചയവും ഉള്ളവർക്കാണ് കൂടുതൽ നിയമന സാധ്യതകൾ ഉള്ളതെന്നാണ് ഇന്നൊവേഷൻസ് ഗ്രൂപ്പ് പുറത്തിറക്കിയ പുതിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. വിദ്യാഭ്യാസ യോഗ്യത നോക്കി നിയമിച്ചവർ പലരും പ്രായോഗിക തലത്തിൽ പരാജയപ്പെടുന്നതാണ് പരിചയസമ്പന്നരെ പരിഗണിക്കുന്നതിന് പ്രേരണയേകുന്നതെന്നും പഠനം വ്യക്തമാക്കുന്നു. ഇത്തിഹാദ് എയർവേസിൽ കുറഞ്ഞ നിരക്കിൽ ബിസിനസ് ക്ലാസ്സിൽ പറക്കാൻ അവസരം. യാത്രക്കാർക്കിപ്പോൾ 2500 ദിർഹത്തിന് താഴെ ഇന്ത്യയിലേക്കും UK മാഞ്ചസ്റ്ററിലേക്ക് 9995 ദിർഹത്തിനും ബിസിനസ് ക്ലാസ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. മാർച്ച് 1-നും ജൂൺ 20-നും ഇടയിലുള്ള യാത്രാ തീയതികളുള്ള ഇന്നും നാളെയും നടത്തുന്ന ബുക്കിംഗുകൾക്കാണ് വൻ ഇളവ് ലഭിക്കുന്നത്. തിരുവനന്തപുരം, കൊച്ചി, അഹമ്മദാബാദ്, ബംഗളൂരു, കൊൽക്കത്ത, ന്യൂഡൽഹി തുടങ്ങിയ ഇന്ത്യൻ നഗരങ്ങളിലേക്കുള്ള റിട്ടേൺ ബിസിനസ് ക്ലാസ് നിരക്ക് 2495 ദിർഹമാണ്. ഒമാനിലെ മസ്കറ്റിലേക്ക് 995 ദിർഹത്തിനും ബിസിനസ് ക്ലാസ്സിൽ റിട്ടേൺ ടിക്കറ്റുകൾ ലഭ്യമാണ്. അബുദാബിയിൽ നടന്ന ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ വീണ്ടും മലയാളിക്ക് സമ്മാനം. കഴിഞ്ഞ 19 വർഷമായി ഷാർജയിൽ താമസിക്കുന്ന കോഴിക്കോട്ടുകാരനായ ആഷിഖ് പടിഞ്ഞാറത്തിനാണ് 25 ലക്ഷം ദിർഹം സമ്മാനമായി ലഭിച്ചത്. കഴിഞ്ഞ 10 വർഷമായി തുടർച്ചയായി ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ പങ്കെടുക്കുന്ന ആഷിഖ് ഇതിനോടകം ചുരുങ്ങിയത് 100 ടിക്കറ്റെങ്കിലും എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇത്തവണ എടുത്ത 6 ടിക്കറ്റുകളിൽ ഒന്നിനാണ് ഗ്രാൻഡ് പ്രൈസ് ലഭിച്ചത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വെൽനസ് റിസോർട്ടും ഇനി ദുബൈക്ക് സ്വന്തം. ദുബായ് കിരീടാവകാശിയും UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് തേം ദുബായ് എന്ന പുതിയ പ്രോജക്ട് പ്രഖ്യാപിച്ചത്. ദുബായ് സബീൽ പാർക്കിൽ 100 മീറ്റർ ഉയരത്തിൽ നിർമ്മിക്കുന്ന തേം ദുബായ് 2028 പൂർത്തിയാകും. ഒരു ഇന്ററാക്റ്റീവ് പാർക്കും ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഡോർ ബൊട്ടാണിക്കൽ ഗാർഡനും ഉൾക്കൊള്ളുന്ന ഇതിന്റെ നിർമ്മാണത്തിനായി 200 കോടി ദിർഹമാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. UAEയിലും സൗദി അറേബ്യയിലും ജനന നിരക്ക് കുറയുന്നതായി പഠന റിപ്പോർട്ട്. കഴിഞ്ഞ 30 വർഷമായി UAEയിലും സൗദിയിലും ജനന നിരക്ക് ഗണ്യമായി കുറഞ്ഞതായാണ് UN പുറത്തിറക്കിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. UAEയിലെ ജനനനിരക്ക് 1994-ൽ 3.76 നിന്ന് 2024-ൽ 1.21 സൗദിയുടെ ജനനനിരക്ക് 5.16 നിന്നും 2.31 കുറഞ്ഞു. അതേസമയം ജനനനിരക്ക് ഭാവിയിൽ കൂടാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. ഗൾഫ് രാജ്യങ്ങളിൽ മുഴുവനും ജനനനിരക്ക് കുറയുന്നുണ്ട് എന്ന് മാത്രമല്ല, ലോകത്ത് മുഴുവനും കഴിഞ്ഞ 30 വർഷങ്ങൾക്കിടയിൽ ജനനനിരക്ക് കുറഞ്ഞതായും റിപ്പോർട്ട് വ്യക്തമാക്കും. സൗദി അറേബ്യയിൽ പഴക്കം ചെന്ന കെട്ടിടങ്ങൾ ഉടൻ പൊളിച്ചു നീക്കും. ജിദ്ദയിലെ ഫൈസാലിയ, റബ്വ ജില്ലകളിലെ 351 കെട്ടിടങ്ങളാണ് പൊളിച്ചു നീക്കാൻ ഉടമകൾക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഫൈസാലിയയിൽ 263 പഴയ കെട്ടിടങ്ങളും റബ്വയിൽ 88 കെട്ടിടങ്ങളുമാണ് പൊളിച്ചു മാറ്റാൻ ഉത്തരവിട്ടിരിക്കുന്നത്. ഒമാനിലെ വിലായത്ത് ബിദിയയിൽ 3 കുട്ടികൾ ഉൾപ്പെടെ ഒമാനി കുടുംബത്തെ കൊലപ്പെടുത്തി മുങ്ങിയ കേസിലെ 1-ാം പ്രതിയായ ഇന്ത്യക്കാരനെ ഒമാനിലേക്ക് തിരിച്ചയച്ചതായി അധികൃതർ അറിയിച്ചു. കേസിൽ 4 പ്രതികളാണ് ഉണ്ടായിരുന്നത്. കുറ്റം നടത്തി ഇന്ത്യയിലേക്ക് മുങ്ങിയ ഇവരെ കണ്ടെത്താനായില്ലെന്നാണ് തുടക്കത്തിൽ ഇന്ത്യൻ അധികൃതർ അറിയിച്ചിരുന്നത്. ഒമാൻ സർക്കാർ നൽകിയ കേസിൽ ഡൽഹി ഹൈക്കോടതിയുടെ വിധിയെ തുടർന്നാണ് 1-ാം പ്രതിയായ മജീബുള്ള മുഹമ്മദ് അനീഫിനെ കൈമാറിയത്. ദുബായിൽ തലശ്ശേരി ചൊക്ലി സ്വദേശി മരിച്ചു. കടുക്ക ബസാറിലെ ഹാക്കിബ് അസീസാണ് മരിച്ചത്. ജനാസ നമസ്കാരം ഇന്ന് വൈകുന്നേരം ഷാർജ അൽ സഹാബ പള്ളിയിൽ നടന്നു. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടത്തിനുള്ള ടിക്കറ്റുകൾ മുഴുവനും വിറ്റഴിഞ്ഞു. ഇന്നലെ വൈകുന്നേരം 4 മണിക്കാണ് ടിക്കറ്റുകൾ വിൽപ്പനയ്ക്ക് വച്ചിരുന്നത്. 1 മണിക്കൂറിനകം ടിക്കറ്റുകൾ മുഴുവനും വിറ്റഴിയുകയായിരുന്നു. 500 ദിർഹത്തിന് വാങ്ങിയ ടിക്കറ്റുകൾ ഇപ്പോൾ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിലും മറ്റ് ക്ലാസിഫൈഡ് സൈറ്റുകളിലും 3500 ദിർഹത്തിനാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ മാസം 20, 23, മാർച്ച് 2 തീയതികളിലാണ് ആവേശകരമായ പോരാട്ടം.